കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള പൗലോസിന്റെ പ്രാർത്ഥനയുടെ 4-ാമത്തെ എപ്പിസോഡ്, ലാസ്റ്റത്തെ എപ്പിസോഡായി. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രാർത്ഥനയും അന്ന് സഭകൾക്ക് വേണ്ടി കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ ഓർ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ, പാസ്റ്റർമാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇന്നത്തെ പാസ്റ്റർമാരും ഇടയന്മാരും റവറൻഡുമാരും ഡോക്ടർമാരും ഇവർ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും തമ്മിൽ എന്ത് ബന്ധം? അല്ല, ബന്ധമുണ്ട്. 25 വർഷം ഒരു പെന്തക്കോസ്തലനായിട്ട് കിടന്നവനാ ഞാൻ. ചർച്ച് ഓഫ് ഗോഡ് മുളക്കുഴ. എൻ്റെ പ്രസ്ഥാനത്തെ കുറിച്ച് എനിക്ക് ലജ്ജയാണ് പുറത്തു പറയാൻ. വേദോസ്തം എടുത്ത് എല്ലാവരും എടുത്തു വെച്ചിട്ട് മലാഖി വരെയുള്ള പുസ്തകം ഒന്ന് ഇങ്ങനെ എടുത്തൊന്ന് വെക്കുന്നത് നല്ലതാണ്. ഒന്ന് ചുമ്മാ ഒരു ഡെമോൺസ്ട്രേഷൻ സ്റ്റഡിക്ക് വേണ്ടിയാണ്. ഞങ്ങളെ ഞങ്ങളുടെ ദൈവവചനം പഠിപ്പിച്ച ദാസൻ പറഞ്ഞു തന്ന ഒരു ഭാഗം നിങ്ങളെല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കി. ഇത് പഴയ നിയമം, ഇത് പഴയ നിയമം, ഇത് പുതിയ നിയമം. ഈ പഴയ നിയമത്തിലെ വിഷയങ്ങളല്ലാതെ 25 വർഷം ഈ പുതിയ നിയമത്തിലെ ഒരു കാര്യം. ആരാ കുറ്റവാളികൾ? അമ്മമ്മേ? കുറ്റവാളികളാരാ? ഞാൻ ഈ കാര്യം മനസ്സിലാക്കാതെ പോയതിൻ്റെ കുറ്റം ആർക്കാ? പാസ്റ്റർമാർക്ക്. എനിക്കിത് പറഞ്ഞു തന്നാലല്ലേ അറിയുള്ളൂ. നീണ്ട 25 വർഷം എൻ്റെ ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്ന് ഞാൻ ചത്തുപോയെങ്കിൽ 7-ാം നരകത്തിൻ്റെ കീഴാം നരകത്തിൽ പോയി വീണ് തന്നെ. ഇന്നെനിക്കൊരു പ്രത്യാശയുള്ളത്, കുഴഞ്ഞു വീണ് മരിച്ചാൽ കർത്താവിൻ്റെ പ്രത്യക്ഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. അത് മതി, വേറെ ഒന്നും വേണ്ട, അത് മതി എനിക്ക്. ഹല്ലേലൂയ. ഈ ലോകത്തിലൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും, ഈ ലോകത്തിലൊന്നും നേടാൻ സമ്പാദിച്ചാൽ ഒന്നും ഉണ്ടായില്ല, ഒരു കുഴപ്പമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അത് മതി. അതുകൊണ്ട് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിച്ചാൽ മതി. ഇന്ന് അങ്ങനെയാണോ പലർക്കും? ഞാൻ അന്തം വിട്ടുപോയി. നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഇന്ന ആൾക്ക് UK വീട്, KK വീട്, USA വീട്, നെതർലൻഡിൽ വീട്, പിന്നെ പ്രധാന രാജ്യങ്ങളിലൊക്കെ അവർക്ക് വീട്. അക്കൗണ്ടോ 3-4 കാർഡ് ബാങ്കുകളിൽ, സ്വിസ് ബാങ്കിൽ അക്കൗണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? പൗലോസിന്റെ ബാങ്ക് ഡിപ്പോസിറ്റ് എത്രയായിരുന്നു സജിപ്പാസ് എന്ന് പറഞ്ഞു? പഴയ പുതപ്പ്, ചർമ്മലിഖിതവും ഒന്നുകൂടി പുസ്തകങ്ങൾ. ഒരു പുതിയ പള പോലും ഇല്ലായിരുന്നു. തിമോത്തിയോസേ, നീ വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ആ പഴയ പുതപ്പും ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും. അപ്പൊ പുസ്തക വായന പൗലോസിനുണ്ടായിരുന്നല്ലേ? നമുക്കുണ്ടോ? ചർമ്മലിഖിതവും പുസ്തകങ്ങളൊന്നും ഇല്ലേ? ഉണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്. അന്നത്തെ രീതിയിലുള്ള ഓല എഴുത്തൊക്കെയാണ്. നമ്മൾ ഈ പറയുന്ന ബൈബിളൊന്നും അല്ല, ഈ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളൊന്നുമായിട്ട് ചിന്തിക്കേണ്ട. അന്നത്തെ രീതിയിലുള്ള എഴുത്തുകൾ. സ്തോത്രം. പുസ്തക ചുരുളുകളിൽ എഴുതിയിരുന്നില്ലേ? ഓല അതായത് മഷി കൊണ്ട് തുവലുകളിൽ മൃഗത്തിൻ്റെ തോളിൽ എഴുതി വെച്ചിരുന്നു ഓരോ വാക്യം. അതൊക്കെ എഴുതി വെച്ചിരുന്നു. ഇന്നിത്ര മനോഹരമായി നമ്മുടെ കയ്യിലുണ്ടല്ല. എന്നിട്ട് മുഴുവൻ ദുർവ്വതയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വത്രം. പൗലോസിന്റെ സമ്പത്ത് എന്തായിരുന്നു? അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല, കുത്തുകൊള്ളുക, ഉപദ്രവം ഏൽക്കുക, ഒരു വശത്തിന് അടിച്ചോടിച്ച് മറുവശത്തേക്ക് പോകുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, എൻ്റെ ഹൃദയം പൊട്ടി കരയാറുണ്ട് ഞാൻ ചില സമയത്ത്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും ഇന്നത്തെ ശിഷ്യന്മാരെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് ഒന്ന് പഠിച്ചു നോക്കിയേ നിങ്ങൾ ദൈവമക്കളെ. നമ്മുടെ ഹൃദയം തകർന്നു പോകും, ഉടഞ്ഞു പോകും. ഹല്ലേലൂയ. ഈ നാഴികവരെ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. 1 കൊരിന്ത്യർ 4-ന്റെ 11, 12, 13 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് എന്തൊക്കെ ഉണ്ട്? അലമാര തുറന്നാൽ എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് തറയിലോട്ട് വിട്ട് തല ചത്തും പോകും നമ്മൾ. കാരണം അതുപോലെ ഇരിക്കുക, അടിക്കി വെച്ചിരിക്കുക നമുക്കൊക്കെ ഡ്രസ്സുകളില്ല. ഇതാർക്ക് വേണ്ടി? ഹല്ലേലൂയ. ബീഹാറിൽ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു. ഞാൻ ആ പ്രസംഗം കേട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു.
ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ ബാത്റൂമില്ല, ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ആഹാരമില്ല, ഞങ്ങൾക്ക് കിടക്കാൻ പാർപ്പിടമില്ല. ഞങ്ങളുടെ പരിമിതമായ സ്ഥല സൗകര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബീഹാറിൽ പോയി ആ ദേവദാസൻ്റെ കൂടെ പോയി ഒരാഴ്ചയെങ്കിലും ശുശ്രൂഷ ചെയ്ത് ഉപദേശമൊക്കെ പറഞ്ഞ് ശുശ്രൂഷ ചെയ്തിട്ട് എന്നെ അങ്ങ് എടുത്താൽ മതി കർത്താവ്. കാരണം അത്ര സങ്കടം വന്നു. ഫാസ്റ്റ് എബി മാത്യു എന്ന് പറഞ്ഞ പാസ്റ്റർ, അനുഗ്രഹീതനായ വിഷയം. ആ ഡോക്ടറേറ്റുള്ള ആളാണെന്ന് വെച്ചോണ്ട് ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് അവിടെ പോയി. ഞാൻ നിനക്ക് 100 വേലക്കാരെ തരുമെന്ന് പറഞ്ഞു. അവിടെ വേലക്കാരെന്ന് പറഞ്ഞാൽ ബീഹാറിനെ കുറിച്ച് പറയുന്നത് സുവിശേഷത്തിൻ്റെ ശവപ്പറമ്പെന്നാണ് അതിന് പേര് കൊടുത്തത്. ശവപ്പറമ്പ്, ഒറീസ അല്ല ബീഹാർ ഒറീസ അതൊക്കെ തന്നെ. ഇന്ത്യയുടെ പല പട്ടണങ്ങളും അത് തന്നെ ശവപ്പറമ്പാ. സുവിശേഷം എന്ന് പറഞ്ഞാൽ അവർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും, അങ്ങനെയുള്ള ശവങ്ങൾ കിടക്കുന്ന ശവപ്പറമ്പ്, അതതിൻ്റെ അർത്ഥം. അവിടെ ആ മനുഷ്യൻ വിശ്വാസത്താൽ പോയി, താനും തൻ്റെ ഭാര്യയും പോയി. അവിടെ ചെന്നൊരു പരിമിതമായ സാഹചര്യത്തിൽ താമസിച്ചു. ഡോക്ടറേറ്റ് എടുത്തവൻ കക്കൂസെ പോയിക്കൊണ്ട് അവന് കക്കൂസെ പോകാൻ കക്കൂസില്ലെന്ന് പറഞ്ഞു. പിന്നെ എവിടെയാണ് പോകുന്നത്? എന്തോരം കഷ്ടതകൾ അനുഭവിച്ചോ മനുഷ്യര്, താനും തൻ്റെ ഭാര്യയും കുട്ടികളും. അതുപോലെ പലര് പോയി. ഇപ്പോൾ അവിടെ 10, 150, 200 ശുശ്രൂഷകന്മാരുണ്ട്, സഭകളുണ്ട്, അനുഗ്രഹീതമായ വിശ്വാസികളുണ്ട്. അവരെല്ലാം ആത്മാവിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അതൊക്കെ കേട്ടപ്പോൾ അവരോടൊപ്പം പോയി നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൊതി വന്നു എൻ്റെ ഹൃദയത്തിൽ, ഒരാഗ്രഹം വന്നു. എനിക്കൊരു അവസരം തരണം കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് അങ്ങനെയുള്ള ജനത്തോട് പോയി അല്പം പ്രാർത്ഥിക്കാൻ. അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വിരോധികളെന്ന് തല്ലി കൊല്ലട്ടെ, ഒക്കോട്ടെ. അങ്ങനെയൊന്നും കൊല്ലത്തില്ല. ദൈവത്തിൻ്റെ സമയം വരെ നമ്മളെ ദൈവം വെച്ചേക്കും. സമയം വരുമ്പോൾ പോകും. പൗലൂസിനെ കൊണ്ട് ശുശ്രൂഷ തികച്ചു, പൗലൂസ് പോയി. പത്രോസ് എല്ലാവരും അങ്ങനെ തന്നെ. അവർ ഈ ഭൂമിയിൽ വെച്ച് ശുശ്രൂഷ തികച്ചു. അവരുടെ സഭകൾ കൊടുത്ത ഉപദേശങ്ങളെല്ലാം ലിഖിതമായി അവരെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ട് ദൈവം എന്ത് ചെയ്തു? അവരെ രക്തസാക്ഷികളിലൂടെയായി സ്വർഗത്തിലേക്ക് എടുക്കാനിടയായി. സ്വർഗത്തിലേക്കെന്നല്ല, വിശ്രാമ സ്ഥലത്തേക്ക്. ഇപ്പം ഇവിടെയുള്ള ശുശ്രൂഷ മരിച്ച് അത്ത് നരയത്തിൽ പോവാൻ നല്ലൊരു ശതമാനം. അഹരോന്റെ പിന്തുടർച്ചക്കാരാ ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. മോശയെ പോലെ ദർശനമുള്ള ആരാ ഉള്ളേ? ഇതുപോൽക്കാലം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്ക് ഈ പൗലോസിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. സ്തോത്രം. എത്ര ശക്തമായ കരുത്തായ പ്രാർത്ഥനയാണ് പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട്? ആര് മുൻപോട്ട് വരും? ഹല്ലേലൂയ. എത്ര മനോഹരമായ നിലയിൽ അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥന വാക്കുകളാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരിക. ഹല്ലേലൂയ. എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. ഫലം കായ്ക്കുക. യഹൂദൻ ഫലം കായ്ക്കാത്തതുകൊണ്ട് യഹൂദനെ വെട്ടിക്കളഞ്ഞു. എടുത്ത് വായിക്കാം യെശയ്യാപ്രവചനം 5-ാം അധ്യായം. യെശയ്യാപ്രവചനം 5-ാം അധ്യായം. യഹൂദൻ ഫലം കായ്ക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു? തന്നെ സ്തോത്രം. ഉറച്ചു വായിക്കണേ, ഇവിടെ കിട്ടണം. യെശയ്യാവ് 5-ന്റെ 1 മുതൽ വായിച്ചോ. ഞാൻ എന്റെ പ്രിയതമനെ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞ് അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പണിതു, ചക്കു ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിയത്രേ. ആകയാൽ കാട്ടുമുന്തിരിക കായ്ച്ചപ്പോൾ ദൈവം പറയാണ്, ആകയാൽ വരുവീൻ യെരൂശലേം നിവാസികളും വിധിപ്പീൻ. അടുത്ത് ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിക്ക കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ. അത് കാട്ടുമുന്തിരിക്ക കായ്ച്ചത് എന്ത്? ആകയാൽ വരുവീ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ എന്ത് ചെയ്യും? അവിടെ നിൽക്കട്ടെ പാസ്റ്റേ. ഇതിൽ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ആകയാൽ ഈ മുന്തിരിത്തോട്ടത്തോളം ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താ? ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല നിലയിൽ സംരക്ഷിച്ച് രണ്ടാമത് കായ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് കാണിക്കും നമ്മൾ ചിന്തിക്കണേ. പ്രവാചകൻ പറഞ്ഞേക്കുന്നൊന്ന് വായിച്ചോട്ടെ പാസ്റ്റേ. അറിയിക്കാം.
ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. ആ വേലി, സംരക്ഷണം, മതിൽ, സംരക്ഷണം, വേലി പൊളിച്ചു കളയും. യഹൂദന് കൊടുത്ത സംരക്ഷണം ദൈവം മാറ്റി. ശ്രദ്ധിച്ചു കേൾക്കണേ. ജാതീയ രാജാക്കന്മാർ യഹൂദന്മാരെ അടിമകളായി കൊണ്ടുപോയി. ഹിറ്റ്ലർ കൊണ്ടുപോയി ഗ്യാസ് ചാമ്പറിൽ 60 ലക്ഷത്തെ കൊന്നൊടുക്കി. ഏതെല്ലാം രാജ്യങ്ങളിൽ യഹൂദന്മാർ അടിമകളായി പോയോ ആ രാജ്യങ്ങളിലുള്ളവരെ അവരെ കൊന്നൊടുക്കുക ചെയ്തത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ യഹൂദന്റെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ സോപ്പുണ്ട്. ആരെങ്കിലും UK പോകുന്നെങ്കിൽ അത് കണ്ടിട്ട് വന്ന് പറയണേ, ഞാൻ കണ്ടെന്ന്. ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പോകാനുള്ള യാതൊരു വകുപ്പുമില്ല. പോകുന്നെങ്കിൽ പോയി കണ്ടിട്ട് പറയണം. യഹൂദന്റെ കൊഴുപ്പ് കൊണ്ട് സോപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഫലം കായ്ക്കാത്തത് കൊണ്ട് വേലി പൊളിച്ചു. വേലി പൊളിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യഹൂദന് കൊടുത്ത സംരക്ഷണം ദൈവം എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. യോബിനെ പിശാച് ആക്രമിക്കാൻ വന്നു. അപ്പോൾ വെറുതെ അല്ല അവനിങ്ങനെ ഭക്തനായിരിക്കുന്നത്. ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 100 മാർക്ക് അമ്മാമയ്ക്ക്. നീ അവന് ചുറ്റും കറക്റ്റ് മറുപടി പറയണം. അങ്ങനെ അതാ ഈ സന്തോഷം കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക. നമ്മൾ വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക ദൈവം. അതുകൊണ്ടാണ് നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നത്. അത് ഫലം കായ്ച്ചോണം, ഫലം കായ്ക്കണം. നമ്മൾ ഇങ്ങനെയുള്ള ദൂത് പറയാനൊന്നും പ്രവാചകന്മാരും പാസ്റ്റർമാരും ഇന്ന് കുറവാ. ഞാനത് ധൈര്യമായിട്ട് പറയുക. വേലയുടെ സംരക്ഷണം സൂക്ഷിപ്പൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്തിനാ തരുന്നത്? ഫലം കായ്ക്കാൻ. ഫലം കായ്ച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വേലി മാറ്റിക്കളയും. സംരക്ഷണം മാറ്റും. സംരക്ഷണം മാറിയാൽ അതിൻ്റെ അർത്ഥം ഈ പിശാചിന്റെ പ്രവൃത്തികളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് തന്നിരിക്കുക. നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ ആ പ്രൊട്ടക്ഷൻ എടുത്ത് മാറ്റിക്കളയുമ്പോൾ ഇടിച്ചു കയറി വരും അവൻ, നമ്മളെ നശിപ്പിച്ചു കളയും. ഫലമുള്ള വൃക്ഷങ്ങളായിരിക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു അത്തിനടുക്കൽ കർത്താവ് എന്നിട്ട് പറഞ്ഞു, ഫലം അറിയുക ഒന്നും കണ്ടില്ല, ഇനി നിന്നിൽ നിന്ന് ആരും ഫലം തിന്നാതെ പോകട്ടെ. പോയില്ലേ? യഹൂദിൽ നിന്നെല്ലാം പോയില്ലേ? യഹൂദിന്റെ ഫലമൊക്കെ പോയില്ലേ? ഒരു ചെറിക്കളഞ്ഞില്ലേ? അതേ സന്ദേശം തന്നെയല്ലേ യെശയ്യാവ് 5-ാം അധ്യായത്തിൽ പറയുന്നത്. വേലി പൊളിച്ചു കളഞ്ഞു. ഇനി അടുത്ത് വായിച്ചോട്ടെ. വേലി പൊളിച്ചതെന്നുള്ളതിന്റെ അടുത്ത വാക്യം. ചവിട്ടി മരിച്ചു. യഹൂദൻ എവിടെയെല്ലാം ചെന്നോ അവനായിട്ട് ചവിട്ടി. അതിന്റെ ആക്ഷരിക ചവിട്ടിനെ കുറിച്ച് ഞാൻ പറയാം. ജർമ്മനിയിൽ ഒരു ജർമ്മൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ ക്യൂവിൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ക്യൂവിലിങ്ങനെ ഓരോരുത്തരിങ്ങനെ നിൽക്കും, ജർമ്മൻകാരെല്ലാം നിൽക്കുക. അതിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്നൊരു യഹൂദൻ ചെന്നു. യഹൂദൻ്റെ മുറിവ്, കാലിലൊരു ആഴമായൊരു മുറിവുണ്ടായിരുന്നു. അതിന് ചികിത്സിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കി, ജർമ്മൻ ഡോക്ടറാണ്. അപ്പോൾ ഈ ഹിറ്റ്ലറിൻ്റെ വിഷം അവിടെയുള്ള ജർമ്മനികളുടെ തലയിലെല്ലാം ഒഴിയുന്നൊരു സമയമായിരുന്നത്. അപ്പോൾ ചോദിച്ചു, നീ യഹൂദനാണോ എന്ന് ചോദിച്ചു. ഇവിടെ അടുത്ത് വരാൻ പറഞ്ഞു. ആ കാലിൽ ആഞ്ഞൊരു ചവിട്ടി ഓടിയെന്നാണ്. ആ മനുഷ്യൻ പുഴുപടയ്ക്കുന്ന പോലെ അവിടെ ചവിട്ടി പിരിച്ചു പോയി. എത്ര ആശ്ചര്യമായിട്ട് സംഭവിച്ചു അത്. യഹൂദനെന്ന് കണ്ടപ്പോൾ ഡോക്ടർമാർ ചവിട്ടിയവനെ. അവർ ജർമ്മൻകാരനാണെങ്കിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല നിലയിൽ വിട്ട് തന്നെ. യഹൂദന്മാരെ ചികിത്സിക്കാൻ ജർമ്മൻ ഡോക്ടർമാർ വിസമ്മതിച്ചു എന്നുമാണ് ചരിത്രം. എന്താ കാര്യം? അവൻ്റെ രക്തം അറിയാം. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളേലും വരട്ടെന്ന് യഹൂദ പരീക്ഷകൾ നിലവിളിച്ചു പറഞ്ഞല്ലോ. അതിൻ്റെ പരിണിത ഫലമാണ് ആ ദുഃഖങ്ങൾ അവർ ഏറ്റുവാങ്ങിയതെന്ന് എൻ്റെ പ്രബുദ്ധരായ ദൈവമക്കൾ മറന്നുപോകും. നമ്മളത് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ക്രമം കെട്ട അവസ്ഥകൾ ദൈവം അത് കുറിച്ചിട്ടിട്ട് അതിൻ്റെ ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ട അവസ്ഥകൾ വരുമെന്ന് നമ്മൾ മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വേലി പൊളിച്ചു കളയും, അത് ചവിട്ടി മരിച്ചു പോകും. അടുത്ത ശൂന്യമാക്കും. അടുത്ത അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും. ഈ വള്ളിത്തല മുറിച്ചുവിടുക പറഞ്ഞാൽ ഈ വേപ്പലിന്റെ കൊമ്പ് ഒടിച്ചൊടിച്ചു വിടുക. എന്തിനാണെന്നറിയാം? പുഷ്ടിയായിട്ട് വരാൻ. ഈ വള്ളിത്തല മുറിച്ചു കളയുമ്പോൾ നന്നായിട്ടുണ്ടാകാൻ. ആ മുറിക്കാതെ കിടക്കുമെന്ന് അങ്ങനെ അത് ഗുണമില്ലാതെ നശിച്ചു പോകുന്നതിന്റെ അർത്ഥം. അടുത്ത മുള്ളും പറക്കാരെ മുളയ്ക്കും. അവിടെ നിൽക്കട്ടെ പാസ്റ്റേ. ഈ യഹൂദ ജാതി ചെതറിപ്പോയി. ഒരു ബ്രാക്കറ്റ് പീരീഡേ ഉള്ളൂ കേട്ടോ അത്. അതിനുശേഷം ദൈവം അവരോട് പറഞ്ഞു, എൻ്റെ ജനമായ ഇസ്രായേൽ ഇസ്രായേലിലേക്ക് മടങ്ങി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പ്രവാചകൻ പ്രവചിച്ചു,
കൊമ്പുകളോട് ഫലം കായ്ക്കാൻ പറഞ്ഞു, ദൈവം കൽപ്പിച്ചു. അങ്ങനെ ഇസ്രയേലിൽ ഈ മടങ്ങി വന്ന യഹൂദന്മാര് ചുമ്മാ ഒരു തൈ കൊണ്ടൊന്ന് നട്ടാൽ മതി, 100 പേര് വിളവാകും. കാരണം അവിടെ ആ ശിക്ഷയുടെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം ഇസ്രയേല് ഫലം കായ്ക്കാൻ തുടങ്ങി. നല്ല ഫുൾ സ്വിങ്ങിൽ നിൽക്കുകയാണ്. അവരുടെ ആയുധങ്ങൾ, അവിടെ മോഡേണായിട്ടുള്ള ലേസർ രശ്മി വെച്ചുള്ള ആയുധങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അവരെ ഈ അരാനകൾ പൊടിയാക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം. അത്ര പവർഫുൾ ആയുധങ്ങൾ ഇസ്രയേലിന് മാത്രമേ ഉള്ളൂ. റഷ്യക്കില്ല, അമേരിക്കയ്ക്കില്ല, മറ്റാർക്കും ഇല്ല. അതുകൊണ്ടാണ് അമേരിക്കയോട് പറയുന്നത്, ട്രംപ് ഒന്ന് മാറി തന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്ന കാര്യം എന്താ? അവർ അത്ര കരുത്തന്മാരായി ശക്തന്മാരായി നിൽക്കുക. അവർ ശാപഗ്രസ്തമായി കിടന്നൊരു പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മടക്കി വരും. 1948 അവർ മടങ്ങി വന്നു, രാഷ്ട്രം സ്ഥാപിച്ചു, കരുത്തന്മാരായി ശക്തന്മാരായി പിറന്നു വീണ് അന്നു മുതൽ അവർ യുദ്ധം രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധം പോലും അവർ തോറ്റിട്ടില്ല. എല്ലാ യുദ്ധത്തിലും 100% വിജയം അവർക്കായിരുന്നു. അവർ കുത്തുവെങ്കിലേക്ക് നോക്കുവാൻ വേണ്ടി ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം അവർക്കെതിരെ വന്ന് യുദ്ധം ചെയ്യും. അതുവരെയും അവർ തോൽവി രുചിക്കയില്ല. തോൽവി അവർക്കില്ല, ദൈവം അവരോടുകൂടെ. എന്നാൽ കുത്തിയവെങ്കിലേക്ക് നോക്കാൻ വേണ്ടി ദൈവം കണ്ണടച്ചു കളയുമ്പോൾ അവർക്ക് വലിയ സംഹാരം സംഭവിക്കും. അപ്പോൾ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും, അനുദപിക്കും. യാചനയുടെയും ആത്മാവിനെ ദൈവം അവരിലേക്ക് പകർന്നിട്ട് അവർ കിടന്ന് നിലവിളിച്ച് കരയും. ഞങ്ങളുടെ പിതാക്കന്മാർ മശികയെ ക്രൂശിച്ചു, ഞങ്ങളോട് പൊറുക്കണമെന്ന് അവർ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരം ഇസ്രയേലിനെതിരെ കടവന്ന ശത്രുക്കളുടെ മേൽ ദൈവം നീട്ടി അവർക്ക്, നമ്മൾ നേരത്തെ വായിച്ചല്ലോ, യെരുശലേമിൽ ഒരു ശ്മശാനം അവർക്ക് ഒരുക്കി കൊടുക്കും. ഈ മഹാന്മാരെല്ലാം അവിടെ ചത്തൊടുങ്ങും. ഞാനത് പ്രവചന പുസ്തകത്തിലൂടെ വായിച്ച് മനസ്സിലാക്കിയത് കൊണ്ടായി പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ നമ്മളെ വെട്ടിക്കളയും. എടുക്കാം 11-ാം അധ്യായം റോമാലേഖനം. ദൈവാത്മാവ് തരുന്നതുകൊണ്ടാണ് പറയുന്നത്. 11-ാം അധ്യായം റോമാലേഖനം 11-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടിട്ടൊരു പാസ്റ്റ് പേടിച്ച് വരണ്ടു പോയി. ഞാൻ എന്ത് ചെയ്യാനാ? പേടിച്ച് വരണ്ടെന്ന് കഥയില്ല. 11-ാം അധ്യായത്തിൽ ഞാൻ പറയാം, വാക്യം പറയാം. അതെ അതെ അതെ. കൊമ്പുകളിൽ ചിലത് എന്ന് തുടങ്ങി 17 തൊട്ട് 17 തൊട്ട് 17 തൊട്ട് കൊമ്പുകളിൽ ചിലത് നമ്മൾ കാട്ടലുവ, നല്ലൊലിവ യഹൂദനാ. കാട്ടലുവായ നമ്മെ എന്ത് ചെയ്തു? ഒറിജിനൽ കൊമ്പിനെ ഒടിച്ചു കളഞ്ഞിട്ട് വട്ടി തീർത്തിരിക്കുക. കണ്ടോ പ്രയോഗം? അടുത്ത എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ നീ വേറിനെയല്ല ഓർത്തുകൊള്ളു. അടുത്ത ഭയപ്പെടുക. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 24-ാം വാക്യം ഹൃദയത്തിൽ കുറിച്ചിട്ടോണം. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്ന് ജാതികളോട് നമ്മൾ പറയുക. സ്വാഭാവിക കൊമ്പായ യഹൂദൻ ഫലം കായ്ക്കാത്തതുകൊണ്ട് അതിനെ വെട്ടിക്കളഞ്ഞെങ്കിൽ പുതിയ നിയമസഭയെ, പെന്തക്കോസ്ത് സമൂഹമേ, എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നമ്മൾ ദൈവസഭയിൽ ഫലം കായ്ച്ചില്ലെങ്കിൽ, കാട്ടുമുന്തിരിങ്ങ കായ്ച്ചാൽ നമ്മളെ ദൈവം വെട്ടിക്കളയും. പിന്നെ കിടന്ന് കയ്യം വിളിച്ചിട്ടൊന്നും കഥയില്ല. പാസ്റ്റർമാർക്ക് അതിദാരുണമായ അപകടമരണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു നോവാണ്. എന്തുകൊണ്ടാ പാസ്റ്റർ അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാ മനുഷ്യൻ അങ്ങനെ സംഭവിച്ചു? അദ്ദേഹം ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കാറുണ്ട്. ഞാനങ്ങനെ പറയുന്നില്ല, പക്ഷേ വചനം ഇങ്ങനെ പറയുന്നു. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയ ദൈവം കാട്ടൊലിവായ നിന്നെ നല്ല ഒലിവിനോട് ചേർത്ത് വടി ചെയ്ത് ഒട്ടിച്ച് നല്ല ഫലം കായ്ക്കാൻ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ അവസ്ഥയിലേക്ക് വരുന്നില്ലെങ്കിൽ, നല്ല ഒലിവിനെ വെട്ടിക്കളഞ്ഞ ദൈവം സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെ എത്രയധികം. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കണം ദൈവമക്കളെ. ഇന്ന് അനേക പ്രസ്ഥാനങ്ങളിലുള്ള പാസ്റ്റർമാര് അമാതൃകയായിട്ട് ദുരുപദേശം പറഞ്ഞ് ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവരെ ഓർത്ത് പുച്ഛമല്ല, അവരെ ഓർത്ത് ഞാൻ കരയുക ചെയ്യുന്നു. ഞാൻ നേരിട്ട് അവരെ കണ്ടാൽ ചോദിക്കും, സഹോദര, ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചിട്ടുണ്ടോ?
എന്തുകൊണ്ടാണ് ഈ വചനവസ്തു വിട്ടുള്ള കാര്യങ്ങൾ നീ പ്രസംഗിക്കുന്നത്? നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ എന്ന് ഞാൻ അവരോട് പറയും, സ്നേഹത്തിൻ്റെ ഭാഷയിൽ. ഇത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കൊലോസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയിൽ നമ്മൾ വായിച്ചത്, പൂർണ്ണ പ്രസാദത്തിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ ഫലം കായ്ച്ചു വേണം വളരാൻ. ഫലം കായ്ക്കണം, വളർന്നുകൊണ്ടിരിക്കണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതം മറ്റുള്ളവർക്ക് ഫലകരമായി തീരണം. അപ്പം തന്നെ വളർച്ച ഉണ്ടാകണം, അപ്പം തന്നെ ആത്മീയ വർധന ഉണ്ടാകണം, അപ്പം തന്നെ ആത്മീയ നിറവുണ്ടാകണം. സഭകളിൽ ഇന്ന് ആത്മീയ നിറവുണ്ടോ? ആത്മീയ വർധനവുണ്ടോ? ആത്മീയത്തിൻ്റെ ഫലങ്ങളുണ്ടോ? കോടതിയും കേസും വഴക്കുമായിട്ട് നടക്കുന്ന പ്രസ്ഥാനങ്ങളിൽ എന്നാ വളർച്ച ഉണ്ടാകാനാ? എന്നാ ഫലമുണ്ടാകാനാ? അഹരോനെ പോലെ നേതൃത്വ നിലകളിൽ ഇരിക്കുന്നവർക്ക് എന്ത് ഫലമുണ്ടാകും? ദർശനമുള്ള ശുശ്രൂഷകന്മാർ, ദൈവവചനം ദൈവം ഫലമേൽപ്പിച്ച ശുശ്രൂഷകന്മാർ സഭയുടെ തലപ്പത്ത് വരുമ്പോഴേ സഭ ഗുണം പിടിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്തുക. ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പം 2 പ്രധാന കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. 1 ഒരു നിറവ്, 2 ഒരു വളർച്ച. അത് കുറിക്കൊള്ളണം കേട്ടോ. ഒരു നിറവ്, ഒരു ആത്മീക നിറവ്, ഒരു വളർച്ച. നിറമണികളായി നിൽക്കണം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം എടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 3-ന്റെ 12-ാം വാക്യം വായിക്കാം. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പുകളെ കാപ്പുകളിൽ കൂട്ടിവെക്കുകയും ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? വീശുമുറം, കർത്താവിന്റെ കയ്യിൽ വീശുമുറമുണ്ട്. ശിക്ഷയെക്കുറിച്ച് പറയുക, ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുക. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, ആ കളത്തെ മുറ്റും വെടിപ്പാക്കും. കളം ലോകം, അതിലെ നെൽമണികൾ, ഗോതമ്പ് മണികൾ നമ്മളാണ്. നമ്മൾ പതിരായിരുന്നാൽ വീശുമ്പോൾ എന്ത് ചെയ്യും? പറന്നുപോകും. നിറമണികളായിരുന്നാൽ പാണ്ഡികശാലയിലേക്ക് ചേർക്കും. കർത്താവിൻ്റെ വരവിൽ നിറഞ്ഞ ആത്മീയ അനുഭവം ഉള്ളവരെ പാണ്ഡികശാലയായ ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുകയും പതിരുകളെല്ലാം പറന്നു പോവുകയും ആ പതിരുകളെ 7 വർഷം മഹോദരകാലത്തിലൂടെ കടത്തിവിട്ട് യഹൂദന് മാത്രം ദൈവം വെച്ചിരിക്കുന്ന യാക്കോബിൻ്റെ കഷ്ടകാലം, യഹൂദൻ്റെ കഷ്ടകാലം എന്ന ഘോരമായ പീഡയുടെ നടുവിലൂടെ ഈ പെന്തക്കോസ്ത് സമൂഹത്തിലെ കൈവിടപ്പെട്ടു പോയവരെ ആ പീഡാകാലത്തിലൂടെ ദൈവം കടത്തിവിട്ട് അവരെ നശിപ്പിച്ച് നരകയോഗ്യരാക്കി മാറ്റാനിടയായി. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവർ കളത്തെ മുറ്റും വെടിപ്പാക്കും, കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. പതിർ, പതിർ. അപ്പം നമ്മളെങ്ങനെ ഇരിക്കണം കർത്താവിൻ്റെ വരവിൽ? ആത്മീകമായ നിറവുള്ളവരാണ്. അതായി പ്രാർത്ഥനയുടെ അർത്ഥം. സ്തോത്രം. ആത്മീകമായ സകല ജ്ഞാനത്തിലും വേഗത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരിക, നിറമണികളായിരിക്കുക, നല്ല ആത്മീകരായിരിക്കുക, ആത്മഫലങ്ങളാലും വരങ്ങളാലും നിറഞ്ഞവരാകുക. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം ആദിയായ ആത്മീയ അനുഭവങ്ങളിൽ ഒരു നിറവുണ്ടാകണം പുതിയ നിയമസഭയ്ക്ക്. കൈവിടപ്പെട്ടു പോയാൽ പതിരായി പോകും. പതിരിന് കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും? ഞങ്ങളുടെ നാട്ടിലൊക്കെ തീ വെച്ചിട്ട് എന്ത് ചെയ്യും? പല്ല് തേക്കാൻ വയ്ക്കും, ഉമിക്കരിയായിട്ട് അല്ലേ? അങ്ങനെയല്ലേ? നിറമണികൾ അങ്ങനെ ചെയ്യൂ? അച്ഛനെ കത്തിച്ചു കളയും. വെള്ളസിംഹാസനം 21 അങ്ങോട്ടൊന്നും പോകുന്നില്ല. പേടിയാവും അതൊക്കെ എടുക്കുമ്പോൾ തന്നെ. എനിക്ക് തന്നെ പേടിയാവും. രക്ഷിക്കപ്പെടാത്തവരെയും കൈവിടപ്പെട്ടുപോരെയും എന്ത് ചെയ്യും? വെള്ളസിംഹാസനം മുമ്പിൽ നിർത്തിയിട്ട് അവർ ചെയ്ത ശിക്ഷകളെ, അവർ ചെയ്ത കുറ്റങ്ങളെ കാണിച്ചിട്ട് അവരെ സാത്താനവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പുകിലേക്ക് തള്ളിക്കളയും. നിറമണികളെ എന്ത് ചെയ്യും? കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് വന്ന് ചേർക്കും. ഇതാ വിഷയം. എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗം ഇതാണ്. കാഹളം ധരിച്ച് കർത്താവ് വരാൻ പോകുകയാണ്. ഒരു നിറമണിയായി നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. നിറഞ്ഞ ആത്മീയ അനുഭവമുള്ളവരായി നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മളെ വിമർശിക്കും, അത് ഇതൊക്കെ ചെയ്യും. പക്ഷേ ഒരു പിടിവള്ളി പോലും നമ്മളിൽ കാണാൻ പാടില്ല. അംബാസിഡർ പറയുന്ന ഉപദേശമൊക്കെ തെറ്റാണ്. എൻ്റെ നേരിട്ട് വന്ന് എന്നോട് പറയാമല്ലോ.
ഫേസ് ടു ഫേസ് പറയാൻ ധൈര്യമുള്ളവരൊന്ന് പറയട്ടെ, ഈ ഉപദേശം തെറ്റാണെങ്കിൽ ഞാൻ സ്ലേറ്റും പെൻസിലും പനിക്കൂർക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാം, നിങ്ങൾ പറയുന്നത് ഞാൻ എഴുതിയെടുക്കാം. എന്നെ തിരുത്താൻ സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന തിരുവചന സത്യങ്ങൾ അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം നമ്മൾ. ഇനി അധിക കാലമില്ല. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ അത് നടന്നെന്ന് വരാം, നടന്നെന്നില്ല വരാം. അതെന്തെങ്കിലും ആകട്ടെ, ദൈവത്തിൻ്റെ തിരുപ്രകാരമാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ അതിൽ കിടന്ന് കുഴയേണ്ട കാര്യമില്ല. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആർക്കു വേണ്ടി വായു പിടിക്കാനും പോകണ്ട. ഇവിടെ അമൃതാനന്ദമായി വരാതിരിക്കാൻ കിടന്ന് വായു പിടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച ഭക്തന്മാരുണ്ട് ഞങ്ങളുടെ കൊച്ചി പട്ടണത്തിൽ. അവർ വന്ന് കിടന്ന് ഞെരങ്ങി ഒരു മാസം ആ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു വീടുമൊക്കെ പണിത് അവരവിടെ തിന്നു കുടിച്ച് കിടന്ന് ഒരു മാസം കൊണ്ട് എല്ലാത്തിനെയും ബന്ധിച്ച് അവർ പോവുകയും ചെയ്തു. ഇവിടുത്തെ പാഷന്മാരെല്ലാം നെഹ്റു സ്റ്റേഡിയത്തിന് ചുറ്റും പ്രാർത്ഥിച്ച് അമൃതാനന്ദമായി ഇവിടെ വരാൻ പാടില്ല. എന്താ കാര്യം? ഇവിടെ ആരെങ്കിലുമൊക്കെ വരട്ടെ പോയി നമുക്ക് എന്നാ കാര്യം? സർവ്വലോകം ദുഷ്ടന്റെ നീതിയിൽ കിടക്കുമ്പോൾ നമ്മൾ അവർ വരണ്ട ഇവരുള്ള പോലെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? നമ്മൾ ഒരുങ്ങി പോകാൻ നോക്ക്, അത്രേ ഉള്ളൂ. ഈ ഏടാകൂടത്തിൻ്റെ ഇടയിൽ പോലും വീഴാതെ നമ്മൾ പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും വിശുദ്ധിയിൽ ജീവിച്ചും ആത്മീകമായ ഫലം കായ്ച്ച് ആത്മീക നിറവുള്ളവരായി, ആത്മീക വളർച്ചയുള്ളവരായി, ആത്മീക വർധനവുള്ളവരായി പൗലൂസിന്റെ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് ആ ആത്മീയ അനുഭവത്തിൽ നിലനിന്ന് ജീവിച്ചാൽ നിറമണികളായി കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പോയിട്ട് ഒരു 5-6 മിനിറ്റ് കൂടി എനിക്ക് എൻ്റെ മുൻപിലുള്ളൂ. സ്വത്രം ആത്മീകമായി ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമിക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ദൈവാത്മാവിൻ്റെ ശക്തിയോടെ നമ്മൾ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. ഇത് വലിയ സബ്ജക്റ്റാണത്. എത്ര പറഞ്ഞാലും അത് തീരത്തില്ല. അതുപോലൊരു വിഷയം. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശൗലിന് മതി ശക്തി, നമുക്കൊന്നും വേണ്ട. എന്നാ ഇപ്പൊ ചിന്ത, പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചെങ്കിൽ ആ വചനം പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിലാണ് പൗലോസിന്റെ മാനസാന്തരം. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിലാണ് ഈ വാക്യം കിടക്കുന്നത്. രക്ഷിക്കപ്പെട്ട അന്നു മുതൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. പ്രവൃത്തി 4-ൽ പ്രതികൂലങ്ങൾ റോമാസഭയും യഹൂദന്മാരെല്ലാം അഴിച്ചുവിട്ടപ്പോൾ, യഹൂദന്മാർ അഴിച്ചുവിട്ടപ്പോൾ പത്രോസ് യോഹന്നാനും യാക്കോബും കൂടിയിരുന്ന് ഏക ഹൃദയത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി അവരുടെ മേൽ വന്നു. അവർ വചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. അപ്പൊ അവർക്ക് ശക്തിയുണ്ട്, അവർക്ക് ശക്തി വേണം. നമുക്കിപ്പോൾ ശക്തി വേണ്ട, നമുക്ക് പണം മതി. ആ നിലവാരത്തിലേക്ക് താണുപോയി നമ്മൾ. നമുക്ക് ആത്മശക്തി വേണം, നമുക്ക് പണം വേണം, കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ആത്മശക്തി ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല. പ്രാർത്ഥനയിലെ പ്രധാന വിഷയം അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും ഗ്രേറ്റ് കമ്മീഷൻ എന്താണ്? നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിക്കുവോളം, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ആ ശക്തിയിൽ എന്തൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ട് ദൈവമക്കളെ. അതിൽ ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, പരിജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ലേ. ഞാനതാ പറഞ്ഞ, ഒരു ദിവസം കുറഞ്ഞത് പാസ്റ്റർമാരൊക്കെ 1/2 മണിക്കൂറെങ്കിലും രാവിലെ, ഞാൻ ചില സമയത്ത് എനിക്ക് പറ്റാറില്ല അത്, 1/2 മണിക്കൂർ രാവിലെ, 1/2 മണിക്കൂർ, 1 മണിക്കൂർ കിടക്കഴിഞ്ഞേറ്റ് ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ട് ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ശക്തി ആർജിക്കണം. ശക്തി ആർജിച്ചുകൊണ്ട് വേണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ. ഞാൻ ഓരോ ശുശ്രൂഷയിലും ചെയ്യുന്നതാ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആത്മശക്തി പ്രാപിച്ചിട്ടാണ് ഈ വചനവുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റത്തില്ല. കൊങ്ങയ്ക്ക് കയറി പിടിക്കും പിശാച്, അറിയാമോ? ചിന്തകളെയും ആലോചനകളെയും തെറ്റിച്ചു കളയും സാത്താൻ. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം ഈ വചനം പൊരുൾ തിരിച്ച് ഹല്ലേലൂയ. വ്യാഖ്യാനിക്കാൻ പോവാ, വ്യാഖ്യാനമൊന്നും വേണ്ട, ആ പൊരുളങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. എന്താ പൗലോസ് ചെയ്തത്? ശക്തി പ്രാപിച്ചു. നമ്മളോട് എന്ത് ചെയ്യാം? ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എന്നിട്ട് നമ്മളോട് പറയുക എന്ത് ചെയ്യണം? പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. വിശുദ്ധന്മാർക്ക് ദൈവത്തിനുള്ള അവകാശത്തിലായി പ്രാപ്തരാക്കുകയും
നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവെച്ച സ്നേഹസ്വരൂപനായ പുത്രൻ ചെയ്ത സന്തോഷത്തോടെ സ്തോത്രം ചെയ്തു. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടിവിച്ചു. ഓ, എത്ര മനോഹരമായി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തില് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വാക്യമുണ്ട്. മത്തായി 4:14-15 വായിച്ചേ. മനോഹരമായൊരു വാക്യമാണ്. സെബൂലൂൻ ദേശവും നാഫ്താലി ദേശവും കടൽക്കരയിൽ യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം. അപ്പൊ കർത്താവിന്റെ ശിഷ്യന്മാരല്ലേ എവിടെ കിടക്കുകയായിരുന്നു? ഇരുട്ടി കിടക്കുകയായിരുന്നു. ഗലീലയൊക്കെ ഇരുണ്ട ദേശമായിരുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു ആ ഇരുണ്ട ദേശത്തു കൂടി യാത്ര ചെയ്ത് ആ ദേശത്തിൽ ആത്മീക പ്രകാശം വരുത്തി അവിടെ നിന്ന് ചിലരെ വേർതിരിച്ചു. അതാണ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദയൊക്കെ. അവരെ വെളിച്ചമാക്കി. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കൂടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. യു ആർ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് ആദ്യം പറഞ്ഞു. നിങ്ങൾ ലോകത്തിൽ. ഇന്ന് സഭ വെളിച്ചമായിട്ടാണ് കിടക്കുന്നത്. സഭ ഇരുട്ടി കിടന്ന് തപ്പുക. കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്. സഭ ഉരിച്ചുകൊണ്ടിരിക്കുകയാണോ? അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? കാഞ്ഞിരെ പോലെ കഴിച്ചുകൊണ്ടിരിക്കുക സഭ. ഞങ്ങൾ എറണാകുളത്തൊക്കെ ഒരു വീട്ടിൽ കയറി ചെന്ന് ഒരു ട്രാക്ട് തരാണ്. ഇങ്ങോട്ടൊന്നും വന്നേക്കില്ല ദൈവത്തോട്. ഞങ്ങളിവിടെ സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ. ഞങ്ങളെ കൂടി കുടുംബം കലക്കികളാണ് നിങ്ങൾ അങ്ങനെ പറയും. എൻ്റെ കൂടെയുള്ള കുറേ സഹോദരന്മാർ കുടുംബം കലക്കികളായി. ഇപ്പം ഞാനിവിടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ കുടുംബം കലക്കി എൻ്റെ മേലിൽ വീട്ടിലോട്ട് കയറി പോരുന്നു. ചെത്തിയിലുള്ളൊരു സഹോദരനുണ്ട്. എവിടെ ചെന്നാലും കലക്കാം. വചനം പറഞ്ഞ് ജനത്തെ സന്തോഷിപ്പിക്കാനൊന്നുമില്ല. കലക്ക്. ഇത് ഈ കലക്ക് എപ്പോൾ ഉണ്ടായതാ? പ്രവൃത്തി പുസ്തകം 15-ാമത്തെ എടുത്തേ. അതൊക്കെ ഒന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞിട്ട് പോകും. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നിർത്തി ഞാൻ കേട്ടോ. പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം. അത് ദൈവത്തിന്റെ ആത്മാവ് നിയോഗം തരുന്നുണ്ടോ പറയാം. 15-ാം അധ്യായത്തില് 15 ഈ കലക്ക് അവിടെ തുടങ്ങിയതാ. അല്ലെ നമ്മുടെ ഇവിടെയൊന്നുമല്ല, പണ്ടേ തുടങ്ങിയതായി കലക്ക്. ഇന്നിപ്പോ കലക്ക് ഒരു ശുശ്രൂഷയായിട്ട് എടുത്തു. അല്ലല്ല ഒന്നോട്ട് വേണ്ട. ഒന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പോക്ക് നടക്കൂല. 15 എൻ്റെ 24-ാം വാക്യം വായിക്കാം. 24, 15. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കൊണ്ട്. മതി. സംഭവം നമുക്ക് കിട്ടിയാൽ മതി. എൻ്റെ മീറ്റായ ഭാഗം മതി. കലക്കിക്കളഞ്ഞു. എങ്ങനെയാ കലക്കിക്കളഞ്ഞത്? ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോസ്തലന്മാരുടെ കൽപ്പനയില്ലാതെ അപ്പോസ്തലന്മാരുടെ കൂടെ നടന്ന് പഠിച്ചുകൊണ്ടിരുന്നവര് ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ്. അത് കലക്കാണ്, ശുശ്രൂഷയല്ലത്. ഇത് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുക. വേദനയോടെ ഞാൻ ഓർക്കുക, വേദനയോടെ. ശുശ്രൂഷ ദൈവം നമ്മളെ പരമേൽപ്പിക്കാതെ ഒരിക്കലും ചെയ്യരുത്. എന്നെ ദൈവം പരമേൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഈ ഉപദേശമൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊന്നും ആർക്കും വേണ്ട. നിന്നെ കൊന്നുകളയോന്ന് പറഞ്ഞു ദൈവം എന്നോട് പോലെ പറയുക. നിന്നെ ഈ ദൈവം കണ്ടേക്കുന്നതുകൊണ്ട് നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നെ മാറ്റിക്കളയും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നീ മനഃപൂർവ്വം പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ ഇത് ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ദൈവം ഒരു നിയോഗം തന്നതുകൊണ്ടാണ്. ദൈവം ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവൻ കലക്കാണ്. ആൾക്കാരെ കൂട്ടി വരുത്തി കലക്കി. നാടൻ ഭാഷയിൽ എന്താ പറയുന്നത്? കുളം കലക്കി പറഞ്ഞോ? കുളം കലക്കി പരിന്തിരിച്ച് വരും. ഞാനതിന് പറഞ്ഞ കുളം കലക്കി മീൻ പിടിക്കും. കണ്ടിട്ടില്ലേ? കുളം കലക്കി. കുളം ഇങ്ങനെ കലക്കിയിട്ട് മീൻ പിടിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടാ? ഇനി പിടിക്കരുത് കേട്ടോ. കുളം കലക്കി മീൻ പിടിക്കുന്നത്. കലക്കിയിട്ട് എന്ത് ചെയ്യും? ഈ കൊട്ട പോലത്തെ സാധനം പിടിക്കുന്നത്. ഇന്ന് ആളെ കൂട്ടി റവറൻഡുമാര്, ഡോക്ടർമാര് കട്ടൗട്ട് വയ്ക്കുക. കർത്താവ് കട്ടൗട്ട് വെച്ചില്ല, ശിഷ്യന്മാരും കട്ടൗട്ട് വെച്ചില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു കട്ടൗട്ടൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ട് സാമ്പോൾ പാസ് പ്രസംഗിക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഇടപാട് തീർന്നതോടെ. എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി.
ഞാൻ എൻ്റെ അനുമതിയില്ലാതെ ചെയ്തതാ. അഞ്ജലി, ഒരു ഡോക്ടർ ആൻറ്റി പോവുകയും ചെയ്തു. ഇവർ എന്നോട് ചോദിക്കണ്ടേ? ഒരു വലിയ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി എൻ്റെ പടമൊക്കെ ഇട്ട് വെച്ചിട്ട് പാസ്റ്റർ വരുന്നു പ്രസംഗിക്കും. എന്താ ആവശ്യം? ഇവിടെ ദൈവവചനം പ്രസംഗിക്കുന്നു, ഇവിടെ ഒരു ആത്മീയ കൂട്ടായ്മയുണ്ട്, ഇവിടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള സന്ദേശം ദേവദാസന്മാർ പ്രസംഗിക്കുന്നു. ബസ് അത് മതി, അതിലപ്പുറം ഒന്നും വേണ്ട. നമ്മുടെ ഫോട്ടോയും വേണ്ട, പ്രചരണം ഒന്നും ചെയ്യണ്ട. അതൊന്നും അനുവദനീയമല്ല. പേര് പോലും കൊടുക്കണ്ട. കർത്താവിൻ്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളെക്കുറിച്ച് ദേവദാസന്മാർ ശുശ്രൂഷിക്കുന്നു, മതി, ബസ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ശുശ്രൂഷകൾ കലങ്ങിപ്പോവുക ചെയ്യും. ആളെ കൂട്ടിവരുത്തി കലക്കി അവസാനം അവരെ നിത്യതയിൽ നിന്ന് തള്ളിക്കളയുന്ന അനുഭവത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സൗമ്യതയുടെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ പൗലോസിന്റെ പ്രാർത്ഥന നമ്മളൊന്ന് ഒപ്പിയെടുക്കുക. എന്താണ് ആ പ്രാർത്ഥന? അത് ഞാൻ അങ്ങോട്ട് വായിച്ചിട്ട് നിർത്താൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശക്തമായ പ്രാർത്ഥനയുടെ ആ നാനാമുഖങ്ങളെക്കുറിച്ച് ഒരു ചെറിയ അളവിൽ നമ്മൾ ധ്യാനിച്ചു എന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വേഗത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിന് വിടുവിച്ച തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവാം ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ചു, ഇരുട്ടിൽ കിടക്കുന്നവർക്ക് വെളിച്ചമാക്കി വെച്ചു. സത്യവും വെളിച്ചവും നീതിമല്യവും വെളിച്ചത്തിൻ്റെ ഫലം. വെളിച്ചത്തിൻ്റെ ഫലം എന്താണ്? ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമ്മളിൽ പറയുന്നത്. അതാ വെളിച്ചത്തിൻ്റെ ഫലം. അങ്ങനെ ഫലമുള്ളവരായി ഇരുട്ടിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നടത്തി നല്ല ദാസനെ, നല്ല ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.